18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ CPMന്റെ അവസ്ഥ ഏതാണ്ട് കയ്യാലപ്പുറത്താണ്. ശൈലജ ടീച്ചറിന്റെ വടകര LDFനാണെന്ന ഒടുക്കത്തെ ആത്മവിശ്വാസം ഷാഫി പറമ്പിൽ ഒന്നേന്ന് പൊളിച്ചടുക്കിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നോക്കി ആശ്വസിച്ചത് ആറ്റിങ്ങലിലേക്കാണ്. അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് കോട്ടയായ ആറ്റിങ്ങൽ പാർട്ടിയെ കൈവിടില്ലെന്ന പ്രതീക്ഷയും പ്രത്യാശയും മണ്ഡലം വൈകുന്നേരം വരെ ഊട്ടി വളർത്തി. തുടക്കത്തിലെ ശക്തമായ ത്രികോണ പോരാട്ടം പിന്നീട് അടൂർ പ്രകാശോ വി ജോയിയോ എന്ന മട്ടിലായി. 600-800 വോട്ടിന്റെ ലീഡിൽ ഓരോ അരമണിക്കൂറിലും രണ്ടുപേരും മുന്നിലെത്തി. വിജയിച്ചെന്ന് പലപ്പോഴും CPM ആശ്വാസം കൊണ്ടു. പക്ഷെ ഒടുവിൽ പടിക്കൽ കലമുടഞ്ഞു. ആറ്റിങ്ങൽ 1700ഓളം വോട്ടിന്റെ ലീഡിൽ UDF കൊണ്ടുപോയി. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലേതുപോലെ ഒറ്റ സീറ്റ് കൊണ്ട് തൃപ്തി അടയേണ്ടി വന്നു CPMന്. കണക്ക് കൂട്ടി കാലേ കൂട്ടി നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം 8 നിലയിൽ പൊട്ടി. പാർട്ടിയെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. കാരണം ഇത്തവണ 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 പേരെയെങ്കിലും സഭയിൽ എത്തിച്ചില്ലെങ്കിൽ ദേശീയ പാർട്ടി പട്ടികയിൽ നിന്ന് CPM പുറത്താകും. ഇതോടെ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നവും CPMന് നഷ്ടമാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകളും വോട്ട് വിഹിതവും ഒപ്പിച്ചെടുക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു പാർട്ടി. 2014 5 സീറ്റ് ലഭിച്ച പാർട്ടിക്ക് 2019 പക്ഷേ 1 സീറ്റേ കിട്ടിയുള്ളൂ. പാർട്ടിയുടെയും മുന്നണിയുടെയും ഉറച്ച കോട്ടകൾ പലതും നഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പ് CPMന് കനത്ത തിരിച്ചടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഓരോ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു CPMന്റെ പ്രവർത്തനം. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പ്രധാന കോട്ടകൾ ഉൾപ്പെടെ 5 സീറ്റുകളെങ്കിലും തിരിച്ചു പിടിക്കാനാകുമെന്നാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടം മുതൽ നേതൃത്വം അവകാശപ്പെട്ടത്. കണ്ണൂർ, വടകര, മാവേലിക്കര, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ വലിയ വിജയങ്ങൾ സ്വപ്നം കണ്ടു. ഇത് കണ്ടാണ് CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പക്ഷേ ജനവിധി മറിച്ചായിരുന്നു. കൊല്ലത്തും വയനാട്ടിലും ഇടുക്കിയിലും തിരുവനന്തപുരത്തും എറണാകുളത്തും നിലം തൊട്ടില്ല ഇടതുമുന്നണി. പോളിറ്റ് ബ്യൂറോ അംഗം, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ സെക്രട്ടറിമാർ, മന്ത്രി, MLA തുടങ്ങി പ്രമുഖ നേതാക്കളെ ഒക്കെ രംഗത്തിറക്കിയെങ്കിലും ഒന്നൊഴിച്ച് ബാക്കി എവിടെയും ബലം കണ്ടില്ല. വോട്ടെണ്ണൽ അവസാനിച്ചപ്പോൾ CPMഉം CPIയും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയായി. എവിടെയും കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കി വോട്ട് ശതമാനം കുറയുമെന്ന് കണക്കുകൂട്ടിയ CPM പക്ഷേ ഇത്രയും വലിയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ന്യൂനപക്ഷങ്ങളെ പരമാവധി അടുപ്പിച്ചു നിർത്തി കഴിയാവുന്നത്ര വോട്ടുകൾ അനുകൂലമാക്കാനായിരുന്നു പാർട്ടി ശ്രമം. പക്ഷെ അത് വിജയിച്ചില്ലെന്ന് മാത്രമല്ല, ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എതിരാവുകയായിരുന്നുവെന്നാണ് ലീഡ് നില വ്യക്തമാക്കുന്നത്. വിലക്കയറ്റം, സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത്, പെൻഷൻ വൈകിച്ചത്, വീണ വിജയന്റെ മാസപ്പടി വിവാദം, പിൻവാതിൽ നിയമനങ്ങൾ തുടങ്ങിയവയെല്ലാം ജനങ്ങളെ സർക്കാരിനെതിരാക്കി. അത് വോട്ടെടുപ്പിലും വ്യക്തമായി പ്രതിഫലിച്ചു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുമ്പോഴും കേരളീയം പരിപാടി, മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും വിദേശയാത്ര, കോടികൾ ചെലവിട്ട് നവകേരള യാത്ര തുടങ്ങിയ മുഖം വെളുപ്പിക്കൽ ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് വേണം മനസ്സിലാക്കാൻ. പല സന്ദർഭങ്ങളിലെയും കേന്ദ്രത്തിനെയും കേന്ദ്ര ഏജൻസികളെയും കുറ്റം പറഞ്ഞ് ആരോപണങ്ങളിൽ നിന്ന് CPM തടിതപ്പാൻ ശ്രമം നടത്തിയെങ്കിലും അതെല്ലാം തുടക്കത്തിലെ പാളിയെന്ന് വേണം മനസ്സിലാക്കാൻ. കേന്ദ്രത്തിൽ നിന്ന് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ രംഗത്തെത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ CPMന്റെ ഭാവി എന്താണെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.